കറൻ്റ്ലി +2 പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. അവരുടെ ബിസിനസ് ഐഡിയകളെ എങ്ങനെ നമുക്ക് നവീകരിച്ച് ഒരു പ്രോഡക്റ്റ് ലെവലിലോട്ട് എത്തിക്കാം, ഒരു റിയൽ ബിസിനസ് ഐഡിയയിലോട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു മെൻറ്ററിംഗ് ആയിരുന്നു ഒരു ദിവസം കമ്പനിയിൽ നടന്നത്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാമെന്നും എങ്ങനെ ബിസിനസ്സിൻ്റെ ഐഡിയകൾ നടത്താമെന്നും മനസ്സിലായി. എല്ലാവരുടെ മുന്നിലും നമുക്ക് സംസാരിക്കാനും നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം, ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് എന്തിനും ഉണ്ടാവും. പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ എന്തൊക്കെ ചെയ്യാം, അപ്പോൾ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ പോകണം എന്നൊക്കെ മനസ്സിലായി. ഒരു BBA എടുക്കുന്ന ഒരാൾക്ക് 3 ഇയർ കൊണ്ട് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം നമുക്ക് 3 ഡേയ്സ് കൊണ്ട് പഠിക്കാൻ പറ്റി. നമ്മൾ സംരംഭകത്വ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ, പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ശക്തി എന്ന് പറയുന്നത്. സ്കൂൾ കുട്ടികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, ഡിസൈൻ തിങ്കിങ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ് ശക്തി 2025. നമ്മൾ ഏൺ ചെയ്യാന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിന്, നമ്മുടെ നാടിന് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ പാത നിങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. ശക്തി സമ്മിറ്റ് 2025 ഞാൻ കാണുന്നത് ഇന്നൊവേഷൻ, എംപവർമെൻറ്റ്, ഓൺട്രപ്രണർഷിപ്പ് സ്പിരിറ്റ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഓഫ് ഓൾ ദീസ് തിങ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന അങ്ങനെയൊക്കെ ഒരു ലെവലുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ആവശ്യമാണെന്ന് കരുതി എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോഴേക്കും വ്യത്യാസം വരും. സംരംഭകത്വവും അതുപോലെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പ്രോഗ്രാം 90-ൽ നിന്നും 12,000 കുട്ടികളിലേക്ക് എത്തിക്കാനുള്ളൊരു കോൺഫിഡൻസ് നൽകിയത്. അവസരങ്ങളുടെ ജാലകം തുറന്ന് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ കഴിവുകൊണ്ട് തെളിയിക്കപ്പെട്ടവർ ഇന്നിവിടെ ഒത്തുകൂടുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ജോലിക്കാരാവുകയല്ല, ജോലി കൊടുക്കുന്നവരാകുന്ന സംരംഭകരായി മാറാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സംരംഭവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ശരിക്കും വളരെ സ്വാഗതാർഹമാണ്. കേരളത്തിലെ സ്കൂളുകൾ ഒരു മോഡലാവണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ പോലും തളർന്നു നിൽക്കാതെ അത് ചലഞ്ച് ചെയ്ത് അത് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സംരംഭത്തിലോട്ടൊക്കെ വരാനും വളരെ നല്ല ഒരു കോൺഫിഡൻ്റ് ആണെന്നാണ് എനിക്ക് ഇതുവരെയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. പല ഓൺട്രപ്രണേഴ്സിനായിട്ട് ഞങ്ങൾക്ക് ഇൻട്രാക്ഷൻ സെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാം ഒരു മോട്ടിവേഷൻ ബേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശക്തി എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് പുതിയ ഐഡിയ ഞങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. കുറച്ചും കൂടിയും ഐഡിയ അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങളുടെ ഓൺട്രപ്രണറിയൽ ജേണിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മേഖലയാണ്. കുട്ടികൾക്കിടയിൽ സംരംഭകത്വ മനോഭാവവും 21ാം നൂറ്റാണ്ടിലെ കഴിവുകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശക്തി എന്നുള്ളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കുട്ടികൾ അവരുടെ ബിസിനസ് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുകയും അത് സ്റ്റേറ്റ് സമ്മിറ്റിൽ അവതരിപ്പിക്കുകയും നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായി ഇതിനെ കാണുകയും എക്സ്പേർട്ടുകളുമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെയുള്ളൊരു അവസരം ഇവിടെ ഒരുക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ടൈം നല്ലോണം എൻജോയ് ചെയ്യുന്നു. നമ്മളിപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഇറ്റ് സിമ്പിൾ, അല്ലെങ്കിൽ ഫോക്കസ് ഓൺ സിമ്പിൾ തിങ്സ്. എനിക്ക് അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു.